ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാം വിശേഷം? സുഖല്ലേ? അതെ, നിങ്ങൾ കുറെ പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ റമദാൻ നമ്മളെ ഇഫ്താർ എങ്ങനെയാണ് സാധാരണ നമ്മൾ കുക്കിംഗ് ഒക്കെ എങ്ങനെയെന്ന് കുറെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പാത്തുവിന്റെ കിച്ചണിലെ യുദ്ധം അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഐറ്റംസ് മൊത്തം കണ്ടു, ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇനി ഇതിന്റെ ബിഹൈൻഡ് ദ സീനാണ് നിങ്ങൾ കാണുന്നത്. ഇനിയിപ്പോ നേരെ കിച്ചണിലേക്ക് പോയിട്ട് നിങ്ങൾ ബാക്കിയുള്ള സീനൊക്കെ കാണുക എന്താ അവസ്ഥ എന്നില്ലേ. അപ്പൊ അധികം ആൾക്കാർ എനിക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വാപ്പിയും ഉമ്മയും എല്ലാം എവിടെയാണ്. ഇവിടുന്ന് രണ്ടുപേരും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അവർ ക്യാമറയുടെ ബാക്കിലായിട്ട് ഇരുന്നിട്ട് അവര് തിന്നാൻ വേണ്ടി ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. അപ്പൊ ഇപ്പൊ ബാങ്ക് കൊടുക്കും, ഏകദേശം ടൈം ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ബിഹൈൻഡ് ദ സീൻസ് ഒന്ന് കണ്ടിട്ട് വാ. ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് ജമീൽ ആൻഡ് പാത്തു ഫ്രം ztalks. എന്തെല്ലാം വിശേഷം? സുഖല്ലേ? അതെ, നിങ്ങൾ ഓൾറെഡി നമ്മളെ വിഭവങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പൊ അതിന്റെ ബിഹൈൻഡ് ദ സീൻ എന്ന് പറഞ്ഞിട്ട് പാത്തു ഇന്ന് ഫുൾ വൺ കുക്കിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം കണ്ട് നമ്മുടെ ടേബിളിൽ ഇരുന്നാണ്. അപ്പൊ ഇപ്പൊ ഇനി പാത്തു ഓരോന്നായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങും. എന്താ അവസ്ഥ? റെസിപ്പീസ് ആയിട്ടൊന്നും കാണിക്കൊന്നുമില്ല, ഓരോന്നുണ്ടാക്കുന്ന വേഗം കാണിക്കും. കാരണം ഓൾറെഡി കുറെ ലേറ്റ് 5 കാലത്തായി. ഞാനൊന്ന് ഉറങ്ങിയതാ, അപ്പൊ ലേറ്റ് ആയി. എനിക്കത് വെയിറ്റ് ചെയ്ത് തന്നിരുന്നെങ്കിൽ ഒന്നും ആവൂലേനു. അവിടെ കുറെയെല്ലാം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീന്റെ ഉണ്ടപ്പുട്ടാണ് കേട്ടോ. അപ്പൊ ചെമ്മീൻ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ 3 പീസാക്കിയിട്ട് ഒരു ചെമ്മീന് 3ആയി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് ചെറുതായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ അവിടെ ഫ്രൈ ആവുന്നുണ്ട്. ചെമ്മീൻ ഫ്രൈ ആവുന്ന സമയത്ത് ബാക്കി നമുക്ക് മസാലക്കുള്ള സാധനങ്ങളൊക്കെ വാട്ടിയെടുക്കാം. അതായത് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ. അപ്പൊ ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി അരച്ചിട്ട് ആഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിന്റെ ഈ പേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നില്ലേ, ആ സമയത്ത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് ഫ്രൈ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഡയറക്റ്റ് ഉള്ളി ആഡ് ചെയ്യാം. ഒരു 3/4 വേവൊക്കെ ആകുമ്പോൾ ഉള്ളി അതിലേക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ചെമ്മീൻ സെപ്പറേറ്റ് ഫ്രൈ ചെയ്തിട്ട് ഈ മസാല സെപ്പറേറ്റ് ഉണ്ടാക്കാം. അപ്പം എനിക്ക് കുറച്ചുകൂടി എളുപ്പം മസാല സെപ്പറേറ്റ് ഉണ്ടാക്കുന്നതാണ്. അല്ല, ഇതിന് മറ്റേത് വേണ്ട, മറ്റേ പച്ചമണം പോകുന്നവരെ കാത്തിക്കണ്ട. പച്ചമണത്തിന് കണക്കൊന്നും എനിക്കറിയില്ല, എനിക്ക് സുമാറ് കണക്കാണ്. അപ്പോ ഏകദേശം അതെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ റിപ്പോർട്ടറില്ലേ, പുള്ളിക്കാരന് പാത്തുനോട് എന്തോ ചോദിക്കാണ്ടല്ലോ. അതെ പാത്തു ചേച്ചി, പണ്ട് സെമിയിലൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ ഡാൻസ് ഒക്കെ കണ്ടിരുന്നല്ലോ. പാത്തുതാന്റെ ഡാൻസ് നമുക്ക് കാണാൻ പറ്റുമോ? ഞാൻ വേണം ക്യാമറ പിടിച്ചിട്ട് ഡാൻസ് ചെയ്യിപ്പിക്കാം. അത് വേണ്ട, അത് നമ്മൾ ഓൾറെഡി കണ്ടതാ. പാത്തുതാന്റെ കാണാൻ പറ്റുമോന്നാണ് അറിയണ്ടേ? ഇല്ല, എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല. ഇല്ലല്ലേ? അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ഒപ്പിക്കാം. അപ്പൊ ഇതാ ഗൈസ്, നമ്മള് ചെമ്മീൻ മസാല നല്ല സെറ്റ് ആയിട്ടുണ്ട്. നല്ല ചോന്ന കളറായിട്ടുണ്ട്. നല്ല ചോന്ന തുടുത്ത് നല്ല ചോന്ന അടിപൊളി കളറായിട്ടുണ്ട്. മസാലയിലേക്ക് വേണമെങ്കിൽ ഇപ്പൊ കുറച്ച് തേങ്ങ ആഡ് ചെയ്യാം, അത് വേണമെങ്കിൽ ആഡ് ചെയ്യണ്ട. അത് ലൈക്ക് നിങ്ങളുടെ ചോയ്സ് പോലെ. ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഉണ്ടപ്പുട്ടിനുള്ള മാവ് ശരിക്ക് അരിയൊക്കെ അരച്ച് തേങ്ങയും ജീരകമൊക്കെ ഇട്ട് അരച്ചിട്ട് ഉണ്ടാക്കണ്ടേ. പക്ഷെ ഞാനിപ്പോൾ അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങയും ജീരകവും ചെറുതായിട്ട് അരക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് അരിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് മാവുണ്ടാക്കാം. എളുപ്പപ്പണിയാണല്ലോ പാത്തുന്നു. സമയമില്ല, താങ്കൾ ഉറങ്ങിയിട്ടല്ലേ? ഇനിയിപ്പോ എന്നെ പറഞ്ഞു. ആ, പിന്നെ 5 മണിക്ക് എണീച്ച് വന്നിട്ട് മാവ് റെഡി ആയിട്ടുണ്ട്, മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് കുഞ്ഞിതായി ഇങ്ങനെ കയ്യിൽ പരത്തിയിട്ട് ഇതിനുള്ളിൽ മസാല വെച്ചിട്ട് ഒരു ബോൾ പോലെ ഉണ്ടാക്കാം.
അപ്പൊ ഇത് മൊത്തം നമ്മൾ ഉണ്ട ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്യണം. അപ്പൊ നമുക്ക് കുറച്ചൊരു ഇത് സ്റ്റീം ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു ഈസി പീസി പിസ്സ ഉണ്ടാക്കാം. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസും പിന്നെ കുറച്ച് ചിക്കനും വെച്ചിട്ട് ഒരു കുഞ്ഞു പിസ്സയാണ്. അപ്പോൾ ശരിക്കും വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ. അത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒലിവ് ഓയിലിൽ സോട്ട് ചെയ്യാം. ഒലിവ് ഓയിൽ സോട്ട് ചെയ്യാനോ? വെച്ചിട്ട് സോട്ട് ചെയ്യൽ മീൻസ് വാടിക്കൽ. യൂഷ്വലി നമ്മൾ പിസ്സയിൽ ക്യാരറ്റ് യൂസ് ചെയ്യില്ല. പക്ഷേ ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ബാക്കി വെജിറ്റബിൾസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ക്യാരറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് യൂഷ്വലി ലൈക്ക് ബെൽ പെപ്പർ, അതായത് റെഡ് ബെൽ പെപ്പർ, യെല്ലോ ബെൽ പെപ്പർ, പിന്നെ നമ്മൾ ഗ്രീൻ ക്യാപ്സിക്കം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കുറച്ചൊരു കളർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ഇടുന്നുണ്ട്. അതിനൊപ്പം തന്നെ കുറച്ച് ക്യാപ്സിക്കം സോട്ട് ചെയ്യാം. ഇത് വാടൊന്നും വേണ്ട കേട്ടോ. നമ്മൾ യൂഷ്വലി മസാല ആക്കുന്ന പോലെ ഭയങ്കരമായിട്ട് വാടൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ പിസ്സക്ക് വേണ്ടിയിട്ട് നമ്മൾ ബേക്കറിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ കുബൂസ് ഇല്ലേ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, അത് എടുത്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ കുബൂസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം കേട്ടോ. ലൈക്ക് മൈദ, ഈസ്റ്റ്, മിൽക്കൊക്കെ വെച്ചിട്ട്. പിന്നെ പിസ്സ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സോസ് ഉണ്ടാക്കാൻ ആദ്യം ടൊമാറ്റോ സോസ് എടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടെ. ഇതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് സോസിന് കുറച്ച് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കത്തി വെച്ചോ അല്ലെങ്കിൽ ഫോക്ക് വെച്ചോ ഉണ്ടാക്കാം. അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഉന്നക്കായ് ഫ്രീസറിൽ ഉണ്ടായിരുന്നു, അത് പൊരിക്കാണ്. എടുത്തത് അടിപൊളി. അപ്പൊ ഏകദേശം ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോമ്പ് പൊരിക്കുന്ന സീനാണ്. അപ്പൊ തുടങ്ങല്ലേ? നോമ്പ് മുറിക്കൽ ചടങ്ങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാത്തുവിന്റെ ഐറ്റംസ് അത് നമ്മൾ ഓരോന്ന് തിന്നിട്ട് അഭിപ്രായം പറയാനാണ്. ഈ ഉണ്ടപ്പുട്ട് എനിക്കൊരു വീക്ക്നെസ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് അത് തിന്ന് നോക്കാം എന്താ അവസ്ഥ. കുഴപ്പമില്ല, ആയിട്ടാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്. ഇതെല്ലാം ബാത്തിന് മുന്നേ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ വലിയ സംഭവമായിട്ട് കാര്യങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ് എല്ലാം. ഇത് യൂഷ്വലി ഞാൻ ബ്രെഡിൽ ഉണ്ടാക്കല്. അപ്പോൾ ഇന്ന് പിന്നെ ഇങ്ങനെ ഒരു കുബൂസ് കിട്ടുകൊണ്ട് വേഗം അങ്ങനെ ആക്കി. ഓക്കെ, ഇതെന്താ അവസ്ഥ? ബ്രെഡ് അടിപൊളിയാണ്. ഇതെന്താ അവസ്ഥ? നോക്കട്ടെ. ക്യാരറ്റ് കുറച്ചും കൂടി ഒന്ന് ഉപ്പിട്ട് പറഞ്ഞു. ബാക്കിയോ നൈസാണ്. കണ്ണൂർക്കാരെ വികാരം തന്നെ പറയരുത്. ഇവരെ ദേശീയ ഫുഡാണ് കണ്ണൂർക്കാരെ. അല്ല എന്താ ഉന്നക്കായ, കായടാന്നും പറയും. ഇത് ഉമ്മ ഉണ്ടാക്കി വെച്ചാണ്. ഇവള് ഫ്രൈ ആക്കിയതാണ്. ഫ്രൈ ആക്കിയിട്ട് കുഴപ്പിച്ചിട്ടൊന്നുമില്ല, കരിഞ്ഞു പറ്റുന്നില്ല, കണക്കായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതിന് പാപ്പ ഉണ്ടക്കൂട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. പാപ്പ ഒന്ന് പറഞ്ഞെങ്ങനെയുണ്ട്? കാണാൻ തിരക്കല്ലേ, തിന്നു നോക്കട്ടെ. പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതായിരുന്നു. കാണാൻ തിരക്കണം, നോക്കട്ടെ, നോക്കട്ടെ. കുഴപ്പമില്ല, അല്ലേ? അടിപൊളി. ജ്യൂസ് ഇന്ന് ബാപ്പ ഉണ്ടാക്കിയത്. ബാപ്പ കുടിച്ചിട്ട് അഭിപ്രായം അറിയോ? വാപ്പനെ ഉണ്ടാക്കിയത് വാപ്പന്റെ അഭിപ്രായം പറയും. ഞാൻ അഭിപ്രായം പറയാൻ മോശം പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറയുന്നില്ല, അഭിപ്രായം മറ്റു പറയട്ടെ. ഇത് ബാപ്പാന്റെ സ്പെഷ്യൽ ജ്യൂസാണ്. വാട്ടർമെലനും മിൽക്കൊക്കെ ഇട്ടിട്ട്. അപ്പൊ ബാപ്പാന്റെ ചെറുപ്പകാലത്ത് ഉണ്ടാക്കുന്ന ജ്യൂസാണ് ബാപ്പ പറഞ്ഞത്. അപ്പോ വാട്ടർമെലൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞതായിട്ട് ചക്ക് 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 ചക്കാക്കി ഇട്ടിട്ട് പിന്നെ അതിൽ മിൽക്കും വെള്ളവും ഷുഗറൊക്കെ ഇട്ടിട്ട്
എന്നിട്ട് കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറ. മിക്സ് ചെയ്യുന്ന സാധനമാണ്. അടിപൊളി. നമുക്ക് എന്താ ഈ ചൂടുകാലത്ത് നോമ്പൊരിക്കുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടാവും കുടിക്കുമ്പോൾ. അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. 3 hours later. അപ്പൊ അതായത് നമ്മളെ ഇഫ്താർ നിങ്ങൾ കുറെ പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതെന്താ ഇത്ര കൂടുതൽ ഫുഡൊക്കെ വെച്ചിട്ടില്ല, ആ കൂടി 3-4 ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നല്ലേ. സംഗതി എന്താ വെച്ചാൽ നമ്മൾ ഇപ്പൊ വെച്ച ഫുഡ് രാത്രി അത്താഴത്തിന്, അതായത് ചെറുതായിട്ട് എന്തെങ്കിലും ആക്കും. പിന്നെ ഇങ്ങനെയുള്ള കടികൾ കഴിക്കാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം നമ്മുടെ വീട്ടിൽ. പിന്നെ വേറെ ടിപ്പും കൂടി ഉണ്ട്, അതായത് നമ്മൾ ടേബിളില് ഓറഞ്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫുൾ മുറിക്കാതെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് മാത്രം നമ്മൾ മുറിച്ച് വെക്കും, എന്നിട്ട് ബാക്കി അഥവാ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉമ്മ മുറിച്ചിരുത്തല്ലേ. പിന്നെ പാത്തു ഉമ്മയായിട്ട് മുറിക്കലാണ് പതിവ്. കാരണം അധികം നമ്മൾ കണ്ടിരുന്നത് ഇഫ്താറിന് കുറേ ഫ്രൂട്ട്സ് ഒക്കെ മുറിച്ച് വെച്ചിട്ട് അധികം ആൾക്കാർ തിന്നൂല, എന്നിട്ട് ലാസ്റ്റ് അത് അങ്ങനെ തന്നെ പ്ലേറ്റിൽ ബാക്കിയാവും. അങ്ങനെയാണ് സാധാരണ കാണാറ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ അതൊരു ചെറിയ ടിപ്പാണ്. അപ്പോൾ സാധാരണ നമ്മളെ നോമ്പിന്റെ റൊട്ടീൻ എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ ഇതുപോലെ ഇഫ്താറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷയും നിസ്കരിച്ച് ഇഷേന്റെ കൂടെ തന്നെ നമ്മൾ തറാവി നിസ്കരിക്കും. വീട്ടില് 8 റക്അത്ത് നിസ്കരിക്കാറുള്ളൂ, വേറെ കാര്യം. തറാവി വിത്രും 8+3 വിത്രും കൂടി നിസ്കരിച്ചിട്ട് അതിന് ശേഷം നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കും. പിന്നെ രാത്രി നമുക്ക് ഇതുപോലെ ചിലപ്പോൾ വീഡിയോ എടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ രാത്രി ഞാൻ ഇരുന്ന് എഡിറ്റ് ചെയ്യും. പാത്ത് ചിലപ്പോൾ പെട്ടെന്ന് കിടന്നുറങ്ങും, ഈസി പെട്ടെന്ന് കിടന്നുറങ്ങും. എന്നിട്ട് ഞാൻ എഡിറ്റിൽ ചെയ്ത് പിന്നെ രാത്രി കിടന്നുറങ്ങും. പിന്നെ 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീച്ചിട്ട് പിന്നെയും ഈ പറഞ്ഞ ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ആ സമയത്ത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ പതിവിലും പോകാറ്. അപ്പോൾ നിങ്ങൾ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇഫ്താർ വീഡിയോ ഇടാൻ വേണ്ടി. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും പാത്ത് എന്തൊന്നും ഉണ്ടാത്തത്, പാത്ത് സൈഡ് ആയിട്ടല്ലേ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം സൈഡ് ആയിട്ടല്ലേ, കുക്കിംഗ് കഴിഞ്ഞ് ക്ലീനിങ്ങും നിസ്കാരവും എല്ലാം കഴിഞ്ഞ് എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന നല്ല സൈഡ് ആയിട്ടല്ലേ. അപ്പൊ അതായിരുന്നു നമ്മളെ ഇഫ്താർ. അപ്പോ പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്, ഇത് റെസിപ്പി വീഡിയോ അല്ല കേട്ടോ. കാരണം അതില് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു കുക്കിംഗ് വ്ളോഗ് ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ, അല്ലാണ്ട് റെസിപ്പി പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ കൂടുതൽ പേരും അധികം അറിയുന്ന സംഭവമായിരിക്കും. അതന്നെ, എല്ലാരും എപ്പോഴും ഉണ്ടാക്കുന്ന സാധനങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസ് ആണ് നമ്മളെ ഭാഗത്ത് നിന്ന് കണ്ടത്. കാരണം ഈ ഒരു വീഡിയോ ഇഫ്താറിന്റെ വീഡിയോ നിങ്ങൾ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഈ ഒരു വീഡിയോ എടുത്തതും നിങ്ങളെ മുന്നിൽ പ്രസന്റ് ചെയ്തതും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായ നിങ്ങൾ പറ, നിങ്ങൾക്ക് കൂടുതൽ കുക്കിംഗ് വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി പറ. അപ്പോൾ ആയില്ലേ? So friends, thank you for watching our video. If you find this interesting, please share it with your friends and family. അപ്പോൾ പോവല്ലേ? Bye.